മാധ്യമപ്രവർത്തകന്മാരെ ഒരാൾ വിളിച്ചാൽ നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കില്ല. നമ്മളെല്ലാവർക്കും ഉള്ളൊരു മൗലിക സ്വാതന്ത്ര്യമല്ലേ? സൗഹൃദം, ഭക്ഷണം, ചടങ്ങുകൾ, സാമൂഹ്യമായ ഇടപെടലുകൾ, ഇതൊക്കെ നമ്മൾ ഒരു മനുഷ്യാവകാശമാണ്. ഏത് മനുഷ്യനും അത് നമ്മളൊരു സുഹൃത്തുക്കളനുസരിച്ച് നമ്മൾ പോകും ഭക്ഷണം കഴിക്കും. അതിൽ രാഷ്ട്രീയമില്ല, അത് മനുഷ്യ സഹജമായ ഒരു കാര്യം മാത്രം. എന്നാലും സ്വാഭാവികമായിട്ടും നമ്മളെ വ്യക്തിപരമായിട്ട് സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയമായിട്ട് ഞങ്ങളൊക്കെ എതിർക്കുന്ന ആളുകളുണ്ടാവും, എതിർക്കുന്ന ഘടകങ്ങളും ശക്തികളും ഉണ്ടാവും. ആ എതിർക്കുന്ന ശക്തികൾക്ക് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാവും. ആ രാഷ്ട്രീയ താല്പര്യമാണ് അതിൽ പ്രകടമാവുന്നത്. അതിപ്പോൾ നമുക്ക് ഇതാര് പ്രസിദ്ധീകരിച്ചു, ആരേറ്റെടുത്തു, ആര് പ്രചരിപ്പിക്കുന്നു എന്ന് നോക്കിയാൽ കാണാൻ കഴിയും. അതൊക്കെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളുമായിട്ട് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന വലതുപക്ഷ ചേരിയിലെ വർഗീയ ഘടകങ്ങളാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു തെറ്റായ രീതിയിൽ പ്രചരിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അത്തരം വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ജാഗ്രതക്കുറവുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും വിലയിരുത്തി തോന്നുന്നുണ്ടോ? അല്ല, നിങ്ങൾ പറഞ്ഞ സ്ഥലം ഏതാണെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഏകത്തെ സ്ഥലമാണ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക. നിങ്ങളിപ്പോൾ ഈ ഒരു വിഷയത്തിൽ വസ്തുത അറിയാല്ല. തെറ്റായ സ്ഥലം എന്നവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു തെറ്റായ സ്ഥലമാണ് എന്ന് ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിരിക്കാം. പിന്നെന്താ തെറ്റായ അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ ഇടയുണ്ട് എന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഞാൻ നടന്നു പോകുമ്പോൾ ഇത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാണ്ട്, ഞാൻ ചായ കുടിക്കുമ്പോൾ ഇത് തെറ്റായ രീതിയിൽ ഇത് ഭക്ഷണം കഴിക്കാനല്ലേ? ഭക്ഷണം എവിടുന്നും കഴിക്കൂലേ? ഒരാൾ വിളിച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കൂലേ? ഭക്ഷണം കഴിക്കുന്നതിന് ഒരാളൊരു വീട്ടിൽ പോയി ഒരു ചടങ്ങിൽ ഭക്ഷണം കഴിച്ചു എന്നുള്ളതിൽ ഞങ്ങളെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറുടെ അനിയൻ്റെ വീട്ടിലാണ് ഭക്ഷണം കഴിക്കുന്നത്, അല്ലാതെ കള്ള് ഷാപ്പിലല്ല, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തല്ല. ഞങ്ങളുടെ ഒരു പാർട്ടി സഖാവിൻ്റെ അനിയൻ്റെ വീട്ടിൽ, ഒരു പാർട്ടി ബന്ധുവിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുക, ആ ഭക്ഷണം കഴിക്കാനുള്ള അവകാശം എന്നുള്ളത് നമ്മൾ അതൊക്കെ ദുർവിനിയോഗം ചെയ്യുന്നത് അത്രയും ഹീനമായ വർഗീയ ബോധമുള്ളവരുടേതാണ്. ആ വർഗീയ അജണ്ടക്കാർ എല്ലാ കാലത്തും ഞാൻ സ്വീകരിച്ചു പോന്നിട്ടില്ല. ഞാൻ സ്വീകരിക്കുന്ന പാർട്ടിയുടെ നയമാണ് അതൊക്കെ. ഞാൻ പറയുന്നത് എൻ്റെ നയങ്ങളല്ല, ഞാൻ പറയുന്നത് CPM-ൻ്റെ നിലപാടുകളാണ്. CPM-ൻ്റെ നിലപാട് പറയുമ്പോൾ കാർക്കശ്യത്തോടു കൂടി പറയും. അത് ഞങ്ങളുടെ പാർട്ടി എതിർക്കുന്ന ഘടകങ്ങളോട് തീവ്രമായി പ്രതികരിക്കും. അത് ഏത് വർഗീയതയായാലും ഒരു വിട്ടുവീഴ്ചയില്ലാതെ അതിനോട് പ്രതികരിക്കും. ഹിന്ദു വർഗീയതയോട് നമ്മൾ തീവ്രമായിട്ടും വിട്ടുവീഴ്ചയില്ലാതെ പ്രതികരിക്കും. മുസ്ലിം വർഗീയതയോടും മറ്റ് ഏതെങ്കിലും ന്യൂനപക്ഷ വർഗീയത ഉണ്ടെങ്കിൽ അതിനോടും ഒക്കെ ഏതുതരം വർഗീയതയായാലും ശരി, വർഗീയത എന്നുള്ളതിൽ എതിർക്കും. ആ എതിർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാർട്ടിയെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കി വെച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്, ഒരുപാട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുണ്ട്, സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുണ്ട്. അവരാണിത് നടത്തുന്നത്. നമുക്കത് ആദ്യമായിട്ടാണ് തിരക്കില്ല. ഇതാദ്യത്തെ പരിപാടിയൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണ്. നമ്മളത് ആസ്വദിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇനിയും വരും. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളൂ, എന്താ അറിയുമോ? നല്ല ഭക്ഷണമേ കഴിക്കാവൂ. ഞാൻ കഴിച്ച മാതിരി ഉച്ചിഷ്ടം കഴിക്കരുത്. അത് നിങ്ങൾക്കുള്ളതാക്കിയതാണ് കേട്ടോ.